പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദേശം വിട്ട് ഓടിപ്പോകാനൊന്നും ശ്രമിക്കണ്ട. ആരെയും പേടിച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുകയും വേണ്ട. നാണം കെട്ടല്ലോ, ഇനിയും എങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കും എന്നൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളോട് എന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് സങ്കീർത്തനം 23:5 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശയൊരുക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ കർത്താവ് നിങ്ങളെ മാനിക്കും. ഒത്തിരി തകർന്നിടത്ത് നിന്ന് എവിടെയെങ്കിലും മാറ്റി നട്ടിട്ടല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സ്വർഗം നിങ്ങളെ അനുവദിക്കുന്നത്. ആദ്യം നിന്ദിക്കപ്പെട്ട ദേശത്ത് തന്നെ, പരിഹസിക്കപ്പെട്ടിടത്ത് തന്നെ ദൈവകാര്യം പ്രവർത്തിക്കും. സങ്കീർത്തനം 56, 57, 58, 59 ഒക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ദാവീദിൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെക്കുറിച്ച് നമുക്ക് അവിടെയൊക്കെ വായിക്കുവാൻ സാധിക്കും. എന്നാൽ 58:10 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ പ്രതികൂലമായി നിന്നവരിൽ നിന്ന്, നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചവരിൽ നിന്ന് നിങ്ങളെ എന്നേക്കുമായി അടർത്തി മാറ്റി എങ്ങോ ഏതോ ഒരു ദേശത്ത് കൊണ്ട് മാനിക്കാമെന്നല്ല സ്വർഗം പറഞ്ഞിരിക്കുന്നത്. ആര് നിങ്ങളെ തകർക്കുമെന്ന് വാദിച്ചോ, നിങ്ങൾ നശിക്കും എന്ന് വിധി പറഞ്ഞോ, നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചോ, നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞോ, അവരുടെ മുമ്പാകെ തന്നെ കർത്താവ് ഫീസ്റ്റ് ഒരുക്കും, മേശയൊരുക്കും. നിങ്ങൾ ആനന്ദിക്കും, നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. അതെ, മറ്റു ദേശങ്ങളിലും നിങ്ങൾക്ക് അവകാശങ്ങൾ സ്വർഗം ഒരുക്കും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾക്ക് സ്വർഗം ഒരു അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്, ഒരു ഓഹരി ഒരുക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഭാരപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. എത്ര നിന്ന വഹിച്ചാലും എത്രയേറെ പരിഹസിക്കപ്പെട്ടാലും അതൊന്നും ഒരു വിഷയമല്ല. ഇതെല്ലാം കുറിച്ചെഴുതുന്ന ഒരു അപ്പ ഇല്ലേ, അപ്പൻ നീതിയോടെ ഉത്തരം അരുളത്തില്ലേ? ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുമോ? അപ്പ എഴുന്നേൽക്കും, അവിടുന്ന് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഈ ദൂത് ഞാനും ഏറ്റെടുക്കുന്നു. എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഈ വചനത്തിന് സ്തോത്രം. ഞങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ സ്വർഗം ഞങ്ങൾക്കായി മേശയൊരുക്കുന്നതിന് നന്ദി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി നിന്ദയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒത്തിരി പരിഹസിക്കപ്പെടുന്നവരുണ്ട്, സഹിക്കുവാൻ കഴിയാത്ത വേദനയാൽ നീറുന്നവരുണ്ട്. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണേ. അവർ ആയിരിക്കുന്ന ദേശത്ത്, സ്വദേശത്ത് സ്വർഗം അവരെ ഉയർത്തണമേ, മാനിക്കണമേ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ പൊന്നു മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ തന്നെ അങ്ങത് ചെയ്യുന്നതിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരോട് എതിർത്ത് നിന്നവർക്ക്, വിരോധമായി നിന്നവർക്ക് ഒരു അനുഗ്രഹമാകത്തക്കവണ്ണം, ഒരു ആശ്വാസമാകത്തക്കവണ്ണം എൻ്റെ പ്രിയരെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. അങ്ങത് ചെയ്യുന്നതിന് സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.